طلابي السلام عليكم ورحمة الله وبركاته. فمرحبا بكم إلى فصل جديد. മക്കളെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 6-ാം ക്ലാസ്സിലെ 76-ാമത്തെ പേജിലെ ആക്ടിവിറ്റികളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളുടെയും എല്ലാ പേജുകളുടെയും ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ ജലീൽ മാസ്റ്റർ ചാനലിൽ 6th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അത് മക്കൾക്ക് പോയി കാണാവുന്നതാണ്. ഇന്ന് എടുക്കുന്ന ക്ലാസ്സോട് കൂടി നമുക്ക് 2ാം പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയുടെ പാഠഭാഗങ്ങൾ തീരും. അപ്പോൾ നന്നായി തയ്യാറാവുക. അതിനുശേഷം ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഇനി ചാനലിൽ വരുന്നതായിരിക്കും. മക്കളെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് ഇനി അടുത്ത പാഠത്തിലേക്ക് കിടക്കാം. ഹാദാ ഹുവ അദ്ദർസുൽ അഖീർ ഫി ഹാദിഹിൽ വഹ്ദ. ഈ പാഠഭാഗം ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമാണ് അത്വാഇർ. الطائر السجين الطائر السجين من هو ما هو الطائر؟ هذا هو الطائر وهذا طائر وهذا طائر وهذا طائر. ما هذا؟ هذا طائر. ഇത് ഒരു പക്ഷിയാണ് അല്ലേ? وهناك طائر أيضا. ഇവിടെ ഒരു طائر ഉണ്ടല്ലോ. وهو أين هذا الطائر? ഈ طائر എവിടെയാണ്? أين في العش അതിന്റെ കൂട്ടിലാണോ? പക്ഷിക്കൂട്ടിലാണോ? അല്ല. ഫിൽ ഖഫസ്. ഫിൽ ഖഫസ്. ഹദാ ഹുവ മദാ. ഇതൊരു ജയില് പോലെയാണ് അല്ലേ? ഫഹദാ സിജ്നുൻ ലിഹാദ ത്വാഇർ. ഈ പക്ഷിക്കൊരു ജയില് പോലെയാണിത് അല്ലേ? വലിദാലിക് അന്ന ഹാദ ത്വാഇർ ഹുവ സജീൻ. അത്വാഇർ അസ്സജീൻ. ഇവിടെ ഈ കിളി എന്തായിരിക്കുകയാണ്? ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണ് അല്ല മക്കളെ? അത്വാഇർ അസ്സജീൻ. കുല്ലു ത്വാഇറിൻ യുഹിബ്ബു അൻ യതീറ ല അൻ യകൂന ഫിസ്സിജിൻ. എല്ലാ കിളികളും എന്താണ് ആഗ്രഹിക്കുന്നത്? അൻ യകൂന അൻ യതീറ ത്വാഇറൻ അൻ യതീറ കത്വാഇരിൻ അൻ യതീറ ഇലൽ അഅല. മുകളിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നു. കുട്ടി എന്താണ്? ഒരിക്കലും പക്ഷി ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഈ കിളി ഒരു പാട്ട് പാടുകയാണ്. ഇങ്ങനെ ത്വാഇറും സജീനായ ഒരു കിളി പാട്ട് പാടുക. ആരെ നോക്കിയാണ്? വേറെ കിളികളെ നോക്കി പാടുകയാണ്. എന്താണ് ഇവിടെ? ആ കിളി ആ പക്ഷിയുടെ സ്ഥാനത്ത് കവി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കവി പറയുന്നത് പോലെയാണ്. മദയഖൂൽ. ഇതൊരു മൻളൂമയാണ്. നമുക്ക് ആ പാട്ട് അതൊന്ന് പാട്ട് പോലെ കേൾക്കണം അല്ലേ? എങ്ങനെ കേൾക്കാം? ഞാനൊന്ന് പാടി നോക്കാം. أعتني يا طير ريشا وجناحا كي أطير أبني للأحلام قصرا وأنا فيه الأمير أمنه الأطفال عشا مثل بستان كبير إن في الأقفاص يفني شدو عصفور أسير حين لاك العيش فيه أنشد النبل الأخير إنني طير صغير فاسمه لي أن أطير أعطني يا طير ريشا وجناحا كي أطير أبني للأحلام قصرا وأنا فيه الأمير أمنه الأطفال عشا مثل بستان كبير إن في الأقفاص يفني شدو عصفور أسير حين لاق العش فيه أنشد النبل الأخير إنني طير صغير فاسمه لي أن أطير. നല്ല പാട്ട് അല്ലേ? അതുപോലെ നിങ്ങൾക്ക് പാടി നോക്കാം. من كتب هذا المنظوم مهند ثابت العاقوس شاعر الشاعر മുഹന്നദ് സാബിത്ത് അൽ ആഖൂസ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണെന്ത്? അദ്ദേഹം പക്ഷിയെ നോക്കി പറയാണ്. അഅ്തിനി യാ ത്വയ്റുരീശൻ അഅ്തിനി യുംനഹ്നി. എനിക്ക് താ, പ്രൊവൈഡ് മീ. യാ ത്വയ്റു, ഓ മൈ ബേർഡ്. രീഷൻ, എനിക്കൊരു ചിറക് താ കിളിയേ.
തൂവൽ. രീഷ് എന്ന് പറഞ്ഞാൽ തൂവൽ. വാജനാഹൻ ചിറക്. എന്തിനാ? കൈ അതീർ ടു ഫ്ലൈ, പറക്കാൻ എനിക്കൊരു ചിറകും തൂവലും താ കിളിയേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അബ്നിലിൽ അഹ്ലാമി ഖസ്റൻ. അബ്നിലിൽ അഹ്ലാമി, അബ്നി ഐ വിൽ ബിൽഡ്, ലിൽ അഹ്ലാമി സ്വപ്നങ്ങൾക്ക് എന്തു പണിയും? ഖസ്റൻ ഒരു കൊട്ടാരം, ഒരു സ്വപ്ന കൊട്ടാരം ഞാൻ പണിയാം കേട്ടോ. വ അന ഫീഹിൽ അമീർ. ഞാൻ അവിടെ അൽ അമീർ ആ കൊട്ടാരത്തിലെ അമീർ പ്രിൻസ് ഞാനായിരിക്കും എന്നാണ് പറയുന്നത്. അംനഹുൽ അത്ഫാല ഉഷൻ. അംനഹു ഐ വിൽ ഗിവ്, ഞാൻ നൽകും. അൽ അത്ഫാല കുട്ടികൾക്ക്, ഉഷൻ അത് കൂടുണ്ടാക്കി കൊടുക്കും. എനിക്കൊരു ചിറകുണ്ടാക്കി താക്കളിയെ, ഞാൻ കുട്ടികൾക്ക് കൂടുണ്ടാക്കി കൊടുക്കാം. ഏതുപോലെ? മിസില ബുസ്താനിൻ കബീർ. മിസില പോലെ, ബുസ്താൻ തോട്ടം, കബീർ വലിയൊരു തോട്ടം പോലത്തെ ഒരു കിളിക്കൂട്. കൈഫക്കാനൽ ഉഷ് മിസില ബുസ്താനിൻ കബീർ, വലിയ തോട്ടം പോലെ, പൂന്തോട്ടം പോലെ ഒരു ഉഷ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ഇന്ന ഫിൽ അഖ്ഫാസ് യഫ്നി. എന്നിട്ട് പിന്നെ കവി പറയുകയാണ്, ഇന്ന ഫിൽ അഖ്ഫാസ്, ഖഫസുൻ ജമ അഖ്ഫാസ്. അഖ്ഫാസ്, ഖഫസ് എന്ന് പറയുന്ന കൂട്, കൂട്ടിൽ യഫ്നി നശിച്ചു പോകും. യഹ്ലിക്, മാദാ യഹ്ലിക്? ഷദ്വ ഉസ്ഫൂർ, ഷദ്വ് എന്ന് പറഞ്ഞാൽ പാട്ട്, ഗിനാ. ഉസ്ഫൂരിൻ അസീർ, ബന്ധിതനായ കിളിയുടെ, ഉസ്ഫൂരിൻ അസീർ, ഈ ഒരു ബന്ധിതനായ കിളിയുടെ പാട്ട് കൂടിൽ നശിച്ചു പോകും അല്ലേ? കൂട്ടിലിട്ട അതിന് പാട്ട് പാടാൻ പിന്നെ കഴിയില്ല അല്ലേ? ഹീനലാക്കൽ ഐഷു ഫീഹി. ഹീനലാക്ക അതിന് കുടിസാകുമ്പോൾ, ഇടങ്ങേറാകുമ്പോൾ, അൽ ഐഷു ഫീഹി അൽ ഹയാത്തു ഫീഹി അവിടെയുള്ള ജീവിതം അതിന് ഇടങ്ങേറാകുമ്പോ, അൻഷുദുൻ നബ്ലൽ അഖീർ. അന്നബ്ലൽ അഖീർ, അൻഷുദുൻ നബ്ലൽ അഖീർ എന്താണ്? അൻഷുദു ഞാൻ അന്വേഷിക്കും, അന്നബ്ലൽ അഖീർ അവസാനത്തെ മിടുപ്പ്, അവസാനത്തെ പൾസ് ഞാൻ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ എനിക്കവിടെ മരിക്കാറാവുന്നു. ഇന്നനി ത്വയ്റുൻ സഗീറുൻ, ഞാനൊരു ചെറിയ കിളിയാണ്. ഫംസഹ് ഫസ്മഹു ലി അൻ അതീർ, എന്നെ അനുവദിക്കണം. ലി അൻ അതീർ, എന്നെ പറക്കാൻ അനുവദിക്കണം. അപ്പൊ ഒരു പക്ഷിയുടെ എന്താണ് വിലാപമായിട്ടാണ്, ബന്ധിതനായ ഒരു പക്ഷിയുടെ വിലാപമായിട്ടാണ് ഈ കവിത ഉള്ളത് അല്ലേ മക്കളെ? അപ്പൊ ഇതൊരു കവി പറയുന്നത് പോലെ ആക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷി കാര്യങ്ങൾ പറയുന്നത് പോലെയും മക്കൾക്കാക്കാം കേട്ടോ. ഇനി ഇവിടെ നോക്കൂ, നഖ്റഉൽ മൻദൂം വനഖ്താറുൽ കലിമാത്തുൽ മുതനാഗിമ കമാ ഫിൽ മിസാൽ. അൽ കലിമാത്തുൽ മുതനാഗിമ, അത് റൈമിംഗ് വേർഡ്സ് കണ്ടെത്തണം. അതീറു പോലെ എത്ര വാക്കുണ്ട്? അതീറു അല്ലേ? അതീറു, അമീറു, കബീറു അല്ലേ? കബീറു, അസീറു, അഖീറു, അതീറു അല്ലേ? ഇത്രയും വാക്കുകൾ റൈമിംഗ് വേർഡ്സുകളാണ്. അപ്പൊ ആ വാക്കുകൾ മക്കൾ ഇവിടെ എടുത്ത് എഴുതാം. ഓക്കെ. പിന്നെ നുറാജിഉൽ മൻദൂം വനഖ്താറുൽ ജവാബ് സഹീഹ്. എന്താണ് ഇവിടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം? യംനഹു ത്വയ്റു ലിൽ അത്ഫാൽ, കിളി കുട്ടികൾക്ക് നൽകും. അൽ ഉഷ അൽ ഹജറ അൽ ബുസ്താൻ, കൂട്, കല്ല്, ബുസ്താൻ. ഏത് നൽകുന്ന പറഞ്ഞത്? അത്ഫാൽ അല്ലേ? അംനഹൂലിൽ അത്ഫാലി ഉഷൻ, ഞാൻ കുട്ടികൾക്ക് കൂട് നൽകും അല്ലേ? അൽ ഉഷാണ് ഉത്തരം വരിക. സുമ്മ യഹരിസു ത്വയ്റു അല, പക്ഷി ആഗ്രഹിക്കുന്നു, അല ത്വആം ഫുഡ്, അത്വയറാൻ പറക്കാൻ, അഷറാബ് കുടിക്കാൻ. ഏതാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? അത്വയറാൻ അല്ലേ? അത്വയറാൻ ആണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. സുമ അത്വയറു ഫിൽ മൻളൂമി, അത്വയറു ഫിൽ മൻളൂമി, ഈ പദ്യത്തിലെ കിളി ഏതാണ്? പക്ഷി ഏതാണ്? അൽ ഖുറാബ് കാക്ക. അൽ ബബ്ഗ
തത്ത. അൽ ഉസ്ഫൂർ കിളി. ഏതാണ്? അൽ ഉസ്ഫൂർ ആണ് അല്ലേ. യഫ്നി ഫിൽ അഖ്ഫാസ് കൂട്ടിൽ നശിച്ചു പോകും. ഡാഷ് ഉസ്ഫൂരിൻ കിളിയുടെ ഷദ്വാണോ ജമാലാണോ രീഷാണോ? ഷദ്വ് പാട്ട് അല്ലേ. ഷദ്വ ഉസ്ഫൂരിൻ കിളിയുടെ പാട്ട് കൂട്ടിൽ നശിച്ചു പോകും. ഓക്കെ. പിന്നെ നുൻഷിദിൽ അബയാദ താലിയ വനഖ്താറു ബൈത്തൻ മുലായിമൻ ലിലഹ്നിൽ മൻളൂം നമ്മുടെ പാട്ടിന്റെ ഈണത്തിന് യോജിച്ച എന്താണ് ഒരു ബൈത്തിൽ കണ്ടെത്തണം. വതിൽക സുറൂഉനൽ ഖദറ യുരീകൽ അർള ബുസ്താന ജമീഉ ത്വയ്രി ഷാദിയത്തുൻ ബിബഹരി റൗളി അൽഹാന. ശരിയാവോ? ആയത്തിയ ത്വയ്റുരീഷൻ ശരിയാവണില്ല. അത് ശരിയാവില്ല അല്ലേ. അങ്ങനെയല്ല നമ്മൾ പാടിയതിന്. അനാ ഉസ്ഫൂറുൻ സഗീറുൻ ഹൈസുമാ കുന്തു അതീർ വഅലൽ ഹുസ്നി ഉഗന്നി വഅലൽ അർളി അസീർ. എങ്ങനെയാണ് പാടിയത്? ആയത്തിനി യാ ത്വയ്റുരീഷൻ വാജനാഹൻ കയ്യതീർ അല്ലേ. ഇതേ ഈണമാണ് എന്തിനുള്ളത്? ഇതിനുള്ളത്. അപ്പൊ രണ്ടാമത്തെ വരും യാ ത്വയ്റു ഉസ്ഫൂരി അൻഷിദ് വലാ തജ്അൽ. ഇത് പാടില്ല അല്ലേ. അപ്പോൾ ഈ രണ്ടാമത്തേതാണ് നമുക്ക് അതിന്റെ ഈണമായി കിട്ടുന്നത്. സുമ്മ നുബ്ദത്തുൻ അനിഷായർ. ഇവിടെ കവിയെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫ് പഠിക്കണം. മുഹന്നദ് സാബിത്തുൽ ആഖൂസ് ഹുവ സൂരിയൻ സിറിയക്കാരനാണ്. ഷാഇറുൻ സൂരി ഒരു സിറിയൻ കവിയാണ്. വുലിദ ഫി ദിമഷ്ക് അതിനെ വുലിദ ഫി ദിമഷ്ക് ദമസ്കസിൽ ജനിച്ചു 1973 അല്ലെ 83. തഖറജ മിൻ ദാമിയത്ത് ദിമഷ്ക്. തഖറജ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡിഗ്രി എടുത്തു കേട്ടോ. ബിരുദം നേടി മിൻ ജാമിയത്ത് ദിമഷ്ക് ദമസ്കസ് യൂണിവേഴ്സിറ്റി. വഹസല അലാ ജായിസത്തി ഖിസസിൽ അത്ഫാൽ കേട്ടോ. കുട്ടിക്കഥകളുടെ അവാർഡ്. ഹസല അല നേടി, ജായിസ അവാർഡ്, ഖിസസുൽ അത്ഫാൽ ചൈൽഡ് സ്റ്റോറീസ് ചിൽഡ്രൻ സ്റ്റോറീസ് അതിൻ്റെ ഒരു അവാർഡ് അദ്ദേഹം നേടി. അമീല മുദരിസൻ ഹി വർക്ക്ഡ് ആസ് ടീച്ചറായി ജോലി ചെയ്തു. ഫിൽ മദാരിസിൽ ഹുക്കൂമിയ ഇൻ ഗവൺമെന്റ് സ്കൂൾസ് അവിടെ ജോലി ചെയ്തു. ലഹു മുഅല്ലഫാത്തുൻ ലഹു ഹി ഹാസ് മുഅല്ലഫാത്തുൻ കസീറ ധാരാളം പുസ്തകങ്ങളുണ്ട്. മിസ്ല ബായിഉൽ അഹ്ലാം ഒരു പുസ്തകം, വജദായിലു ഹളറ ഇത് വേറൊരു പുസ്തകം. ഈ രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബുക്കുകളുടെ പേര് പഠിച്ചേക്ക് 1 വേർഡ് ചോദ്യങ്ങളായിട്ട് കൈ വരും കേട്ടോ. ഇനി നമ്മൾ പഠിച്ച പദ്യത്തിന്റെ മഫ്ഹൂം അതിന്റെ ആശയം ഒന്ന് നോക്കാം. യുഅബ്ബിർ ഷാഇർ യുഅബ്ബിറുൽ മൻളൂം അൻ റഗ്ബത്തിൻ. യുഅബ്ബിറുൽ മൻളൂം മൻളൂമില് മൻളൂം എന്താണ്? യുഅബ്ബിർ പറയുകയാണ്, പ്രകടിപ്പിക്കുന്ന. അൻ റഗ്ബ ഒരു ആഗ്രഹം. ഖവിയ ഫിൽ ഹുരിയ എന്താണ്? സ്വാതന്ത്ര്യത്തിലുള്ള ഒരു വലിയ ആഗ്രഹമാണ് കവിയിൽ എന്താണ് കവിത പ്രകടിപ്പിക്കുന്നത്. യത്ലുബു ഷാഇർ മിൻ രീഷിൻ ഷാഇർ ഒരു രീഷ ആവശ്യപ്പെടുന്നു. ശരിക്കും ഷാഇർ എന്നല്ല, ഇവിടെ ഷാഇറിന്റെ സ്ഥാനത്ത് ആരാണ്? കിളിയാണ് ആവശ്യപ്പെടുന്നത്. ഓ അജ്നിഹ എന്തിനാ? അജ്നിഹ ചിറകുകളും. ലി യതീറ ആലിയൻ ഉയർന്നു പറക്കാൻ. യതമന്ന അൻ യബ്നിയ ഖസ്റൻ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ അത് ആഗ്രഹിക്കുന്നു. ലി അഹ്ലാമിഹി സ്വപ്നങ്ങളുടെ. ഓ യുസ്ബിഹു അമീറൻ ഫിഹി അവിടുത്തെ പ്രിൻസുമാകണം. യുരീദു അൻ യംനഹൽ അത്ഫാല കുട്ടികൾക്ക് നൽകണമെന്നും. ഉഷൻ കൂട്. മിസ്ലൽ ബുസ്താൻ പൂന്തോട്ടം പോലുള്ള കൂട് നൽകണമെന്നും അത് ആഗ്രഹിക്കുന്നു. ലാക്കിന്ന ഷായർ പക്ഷെ കവി യഷൂറു ബിൽ ഹുസിൻ അതായത് കിളിയാണ് ഇവിടെ. ആ കിളിക്ക് ദുഃഖമാണ്. ലി അന്നൽ ഉസ്ഫൂർ കാരണം കിളി അൽ അസീർ ഫിൽ ഖഫസ് ഈ കൂട്ടിലടക്കപ്പെട്ട കിളി യഫ്ഖുദു ഖുദറതഹു അലൽ ഗിനാ പാടാനുള്ള അതിന്റെ കഴിവ് നഷ്ടപ്പെടുകയാണ്. വയഈഷു ഫീ ലീഖിൻ അത് വലിയ ബുദ്ധിമുട്ടിലാണ്. ഹത്തൽ മൗത്ത് മരണം വരെ. അഖീറൻ യർജു ഷായിർ ആഗ്രഹിക്കുന്ന അൻ യുസ്മഹ ലഹു ബിത്തയറാൻ എന്ത്? അതിന് പറക്കണമെന്ന്. മിസ്ല ത്വായിറിൻ സഗീർ ചെറിയ ഒരു പക്ഷിയെ പോലെ.
പറക്കണം. അപ്പൊ കവി പക്ഷിയുടെ രൂപത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ, മറ്റു കാര്യങ്ങൾ ഇത്രയാണ് നിങ്ങൾ ഈ സെക്കൻഡ് ടേം എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത്രയും പഠിക്കുക മക്കൾ, നന്നായി റെഡിയാവുക. അള്ളാഹു എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ അനുഗ്രഹിക്കട്ടെ. ഇനി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയൊക്കെ ഈ ചാനലിൽ തന്നെ വരും, കാണുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.